അതുപോലെ തന്നെ പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിൽ മുന്നോട്ട് വെക്കുന്ന ഡയറ്ററി ഗൈഡ് ലൈൻസും തമ്മിൽ വൈരുദ്ധ്യമാണ്. 100% കോൺട്രഡിക്ഷനാണ്. BM ഹെഡ്ഗെയാണ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടർ. അദ്ദേഹം പത്മഭൂഷണും പത്മവിഭൂഷണും കിട്ടിയ ഡോക്ടറാണ്. അദ്ദേഹത്തിന് വിദേശ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പ്രവൃത്തി പരിചയമുണ്ട്. FRCS എന്ന് എനിക്ക് തോന്നുന്നത് 4-5 ഉണ്ട്. അത്രയും ക്വാളിഫൈഡ് ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഈ കിതാബുകൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. ചികിത്സാ വിഷയത്തിൽ മതത്തെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ ഫീൽ ചെയ്തത്? അല്ല, നമ്മളതിൽ അങ്ങനെ ഒരു ആധികാരികമായ അഭിപ്രായം പറയാൻ നമ്മൾ ആരുമില്ലല്ലോ. പക്ഷെ നമുക്ക് നമ്മളെ അനുഭവം പറയാം. അതിനിപ്പോ നമുക്ക് ആരുടെയും സമ്മതമോ അല്ലെങ്കിൽ സമ്മതപത്രമോ ആവശ്യമില്ല. നമ്മളെ അനുഭവമാണ് അല്ലെ, നമ്മളെ ജീവിതാനുഭവമാണ്. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങളിലായിരുന്നു. അപ്പൊ അതങ്ങനെ അല്ലെങ്കിൽ വല്യമ്മാന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വളരെ എന്താ പറയുക യാദൃശ്ചികമായിട്ടാണ് നമ്മൾ അക്യുപഞ്ചർ ചികിത്സയിൽ എത്തുന്നതും അതുപോലെ തന്നെ അതിന് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതും. മരുന്നില്ലാതെ രോഗങ്ങൾ മാറുക, എങ്ങനെ മരുന്ന് നിർത്താൻ പറ്റുക എന്നുള്ളതൊക്കെ ആയിരുന്നു ചോദ്യം. ചികിത്സയിലേക്ക് ഇറങ്ങി ലാഭം ഉണ്ടാക്കാൻ അങ്ങനെയാണോ ചികിത്സ പഠിക്കാൻ? അല്ലല്ല, അത് സ്വാഭാവികമായിട്ടും എൻ്റെ വല്യമ്മാനായിട്ട് ഷുഹൈബ് സാർ അടുത്ത് പോയി ട്രീറ്റ്മെന്റിന്. അപ്പൊ വല്യമ്മാനോട് മരുന്ന് നിർത്താൻ പറഞ്ഞു ഷുഹൈബ് സാറ്. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വീട്ടിൽ ചോദിക്കണം. കാരണം വല്യമ്മ ആവേശത്തിൽ കയറി മരുന്ന് നിർത്തി വല്യമ്മക്ക് അതിൽ സംഭവിച്ച അതിന്റെ ഉത്തരവാദി ഞാനായിരിക്കുമല്ലോ കുടുംബത്തിൽ. പക്ഷെ ഞാൻ വല്യമ്മാനെ മരുന്ന് നിർത്താൻ സമ്മതിച്ചില്ല. പക്ഷെ എന്റെ ഉള്ളിൽ സംശയങ്ങളായി. എന്ത് ഷുഹൈബ് സാറ് പറഞ്ഞത് എങ്ങനെ അങ്ങനെ പറയാം, മരുന്നൊക്കെ നിർത്താൻ പറയാ? ജീവൻ രക്ഷ, അത് ജീവൻ രക്ഷാ മരുന്നുകളാണ്. വർഷങ്ങളായിട്ട് BP മരുന്ന് കഴിക്കുന്ന ആളാണ് വല്യമ്മ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉടായിപ്പാണോ? അത് നേരിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തത്. കുറേ കാലം പിന്നെ ആലോചിച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ പലതും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു സന്ദർഭത്തിൽ ഇത് നിർത്തിപ്പോയാലോ, അതെ പൈസ കൊടുത്ത് കുടുങ്ങി പോയല്ലോ. അതാണ് പലരും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാന് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് നിർത്തിപ്പോയാലോ, ഇവര് പറഞ്ഞത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളാൻ പറ്റണില്ലല്ലോ, ബുദ്ധിക്ക് ഒരു നിലക്കും ഉൾക്കൊള്ളാൻ പറ്റണില്ലല്ലോ, പൈസ കൊടുത്ത് കുടുങ്ങിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച സന്ദർഭം ഉണ്ടായിരുന്നു. ഈ ഭക്ഷണക്രമമൊക്കെ ആയിരിക്കും അതിൽ പ്രശ്നം അല്ലേ? അതെ, ഭക്ഷണക്രമം പ്രശ്നമാണ്. പിന്നെ ഫിസിയോളജി പ്രശ്നമാണ്. നമ്മളെ ഡയറ്റ്, ശരീരശാസ്ത്രം. അപ്പൊ നമ്മളിപ്പോ ഗൂഗിളൊക്കെ ജസ്റ്റ് മെഡിക്കൽ സയൻസ് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഗൂഗിൾ തരുന്ന ഉത്തരം എന്താണ്? മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുടെ പഠനമാണ് വൈദ്യശാസ്ത്രം അല്ലെ? മരുന്ന് കഴിച്ചിട്ടോ കഴിക്കാതെയോ രോഗം മാറുന്നതും മാറാത്തതൊക്കെ എന്താണ്, അല്ലെങ്കിൽ രോഗം കൂടുന്നതും കുറയുന്നതും അതിന്റെ ഓരോ ആപ്ലിക്കേഷൻസ് മാത്രമാണ്. ബേസിക് ആയിട്ട് ഇതെന്താണ്, വൈദ്യശാസ്ത്രം എന്താണ്? മനുഷ്യ ശരീരങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പഠനമാണ്. ആ രംഗത്ത് അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ്, ഭക്ഷണമാണ് ഏറ്റവും വലിയ മരുന്ന് എന്നൊക്കെ. ഡയറ്റ് ഈസ് ടോപ്പ് ഓഫ് ദ മെഡിസിൻ. അപ്പൊ ഈ 2 വിഷയത്തില് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അത് ഒരു സന്ദർഭത്തിൽ ഇതേപോലെ നമുക്ക് എന്തോ ഒരു ഇതേപോലെ വേറൊരു അനുഗ്രഹമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ പ്രവാചക വൈദ്യ ഗ്രന്ഥമുണ്ട്. ആ കിതാബാണ് ലോകത്തിൽ ഈ രംഗത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലറായ കിതാബ്. ദാറുസ്സലാം ഇന്റർനാഷണൽ പബ്ലിഷേഴ്സ് ഒക്കെ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെറിയ ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ചില ബാബുകൾ മാത്രം മതത്തിന് ചികിത്സയെ കുറിച്ച് അഭിപ്രായമുണ്ടോ? എന്താ ഫീൽ ചെയ്യുന്നത്? ഉണ്ട്, അതിലോട്ടാണ് ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ കിതാബ് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കിതാബിൽ പറയുന്ന പണ്ഡിതന്മാർ പ്രാമാണികമായി മുന്നോട്ട് വെക്കുന്ന ഡയറ്ററി ഗൈഡ് ലൈൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്ഷണക്രമവും ശരീരശാസ്ത്രവും നമ്മളിപ്പോൾ അക്യുപഞ്ചറിൽ ക്ലാസ്സുകളിൽ പഠിക്കുന്നതും ഒരേ സെയിമാണ്. ഞാൻ പറയുന്നത് 100% യോജിപ്പാണ്, 100% കൺസിസ്റ്റൻസിയാണ്. ഈ ബോഡി ഫിസിയോളജിയെ കുറിച്ചുള്ള ഡയറ്ററി ഗൈഡ് ലൈൻ്റെ ഭാഗം. അതെ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത് പിന്നീടുള്ള കാര്യമാണ്. അത് ഇതിന്റെ അടിത്തറയാണ്. ഡയറ്ററി ഗൈഡ് ലൈൻ അടിത്തറയാണ്. ഡയറ്ററി ഗൈഡ് ലൈൻസും അടിത്തറ. അതെ അല്ലാതെ ഇപ്പോ നമുക്കറിയാം അക്യുപഞ്ചർ ചൈനയിൽ ഉത്ഭവിച്ച ഒരു കാര്യമാണ്. പ്രവാചകന്റെ കാലത്ത് അറേബ്യയിൽ അക്യുപഞ്ചർ ഉള്ളതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിനെ കൂട്ടിക്കെട്ടണോ ബന്ധമില്ല. പക്ഷെ ഈ പറഞ്ഞ ഡയറ്ററി ഗൈഡ് ലൈൻസും ഫിസിയോളജിയും ശരീരശാസ്ത്രത്തെ കുറിച്ച് 2 ഭാഗത്തും ഒരേപോലെ അഭിപ്രായമാണ് കണ്ടത്. ഒരേപോലത്തെ അഭിപ്രായമാണ് എന്നെ കണ്ടത്. അതോടുകൂടിയാണ് ഞാൻ ഈ ചികിത്സാ രംഗത്ത് കൂടുതലായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചത്. നമ്മളെല്ലാ സംശയങ്ങളും അതോടുകൂടി
ഒറ്റയടിക്ക് തീറിയാണ്. അതെ, അല്ല ഞാൻ ഈ പണ്ഡിതന്മാരോട് ഞാൻ സംസാരിക്കുന്ന ഘട്ടത്തില് അവർ പറഞ്ഞ ഭൗതിക കാര്യങ്ങൾ പഠിപ്പിക്കാൻ വന്നതല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതുകൊണ്ട് ചികിത്സാ വിഷയത്തില് നിലവിലുള്ളത് എന്തായാലും അത് അങ്ങോട്ട് അവിടെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇസ്ലാമിൽ ഇങ്ങനെ ചികിത്സാ കാഴ്ചപ്പാടുണ്ടോ? ഇസ്ലാമില് ചികിത്സാ മതവും കാഴ്ചപ്പാട് ചികിത്സയും കൂടെ കൂട്ടിക്കെട്ടിയത് ആരാ ശരിക്കും? നമ്മളല്ലല്ലോ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാണല്ലോ പ്രാമാണികമായിട്ട് തന്നെ കിതാബുകൾ എഴുതിയിട്ടുള്ളത്. നമ്മളാരും ചെയ്തിട്ടില്ല. അല്ല, അത് നമ്മളിപ്പോ ആ രംഗത്ത് ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ 2 കിതാബുകൾ കണ്ടപ്പോ അത് വാങ്ങി വായിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് തോന്നിയ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. അതെ, ഒരു യാഥാർത്ഥ്യ ബോധം. അതെ, രണ്ടും ഒന്നാണല്ലോ, ഇതിൽ പറയുന്നതും അതിൽ പറയുന്നതും ഒന്നാണല്ലോ. അതായത് പൊതുസമൂഹം ഇന്ന് കാണുന്ന പല വിഷയങ്ങളും അവർ പറയുന്ന ഡയറ്ററി ഗൈഡ് ലൈൻ എതിരാണ് പലപ്പോഴും അക്യുപങ്ചറിന്റെ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഡയറ്ററി ഗൈഡ് ലൈനിന്റെ ഭാഗം. അമിതമായി വെള്ളം കുടിക്കണം എന്ന് പൊതുവെ പറയുമ്പോൾ ദാഹത്തിന് കുടിക്കണം, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് അക്യുപങ്ചർ പറയുന്നത്. ഇതുപോലെ തന്നെ പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു മേഖല തന്നെ ഉണ്ട്. ഞാനത് പിന്നെയും അന്വേഷിച്ചപ്പോ പിന്നെയും ഒരുപാട് പണ്ഡിതന്മാരെ നേരിട്ടും അല്ലാതെയൊക്കെ സംസാരിച്ചപ്പോ എന്റെ ഒരു 10-20 കിതാബിന്റെ ലിസ്റ്റ് ഇപ്പൊ എന്റെ ഫോണിലുണ്ടെന്ന് തോന്നുന്നു. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് വിവിധ പണ്ഡിതന്മാര് എഴുതിയ പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പണ്ഡിതന്മാര് നമുക്കിത് പറഞ്ഞുതരാത്തത്? അത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഫസ്റ്റ് തുടങ്ങി വെച്ച പോയിന്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, 2ാമത്തെ കിതാബ് ഞാൻ വായിച്ചത് ഇമാം സുയൂത്തിയുടെയാണ്. അപ്പോൾ ലണ്ടനിലോ മറ്റോ ഉള്ള താഹ പബ്ലിഷേഴ്സ്, ഇന്റർനാഷണൽ പബ്ലിഷേഴ്സ്, അവരെ ട്രാൻസ്ലേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിലും ഇതിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വേർഡിങ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും, പക്ഷെ അതേ കാര്യം തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത്. പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ, ആ വൈദ്യശാസ്ത്രം എന്നുള്ള വിശാലമായ മേഖലയുടെ അടിത്തറ നമ്മൾ പഠിക്കുന്ന അക്യുപങ്ചറുമായിട്ട് അതിന് സാമ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഒന്നും വേണ്ട, ഈ പറഞ്ഞ കിതാബുകൾ ഉണ്ടല്ലോ, അതിന്റെ ഡയറ്ററി ഗൈഡ് ലൈൻസും ഫിസിയോളജിയും വിശദീകരിക്കുന്ന 2 ബാബുകളുണ്ട് 2 കിതാബുകളിൽ. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അമുസ്ലിം അക്യുപഞ്ചറിസ്റ്റിന് വരെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ ക്ലിനിക്കുകളിൽ വരുന്ന രോഗികൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു അമുസ്ലിമിന് പോലും കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ പറയുന്നത് അതെ മുസ്ലിം മാനേജ്മെന്റ്സ് നടത്തുന്ന മെഡിക്കൽ കോളേജുകളും അലോപ്പതി ഹോസ്പിറ്റലുകളും ഒക്കെ നമ്മളെ കേരളത്തിലുണ്ട്. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നാണ് എൻ്റെ അഭിപ്രായം. അള്ളാഹു ആല, നമ്മുടെ ഒരു ബോധ്യം. ഇപ്പൊ മറുപടി പറയേണ്ടത് അറിവുള്ളവരും അതുപോലെ തന്നെ ആ രംഗത്ത് പണ്ഡിതന്മാരുമാണ്. നമ്മുടെ ഒരു ബോധ്യം നമുക്ക് വായിച്ചു നോക്കിയപ്പോ അങ്ങനെ മനസ്സിലായി. അവര് വെറുതെ തർക്കിക്കാൻ വരുന്നവരോട് തർക്കിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ ഡെമോൺസ്ട്രേഷൻ നമ്മൾ തയ്യാറാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. അതായത് കുറെ ബന്ധങ്ങളുടെ പ്രാധാന്യമുണ്ട്, നമ്മൾ അകപ്പെട്ടു പോയ ചില കെണികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ബേസിക് ആയിട്ട് ശരീരശാസ്ത്രത്തെ കുറിച്ച് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഒരു അടിത്തറ ഉണ്ട്. ചികിത്സക്ക് ഇസ്ലാമിക കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഇസ്ലാമിലെ പ്രാമാണികരായ പണ്ഡിതന്മാരൊക്കെ അവരെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് അങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത്. അപ്പൊ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞത് എന്ന് ബാക്കി എല്ലാ മതസംഘടനകളിലെയും പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരട്ടെ. നമ്മൾ വായിച്ചത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതായത് വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്, രോഗികൾ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോൾ മാത്രമാണ് എന്ന് വളരെ കൃത്യമായി ഖുറാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഞാൻ പല വിഷയങ്ങളും നമുക്കും ചികിത്സാ വിഷയത്തിൽ ഒരു പണ്ട് മുതലേ നേരത്തെ പറഞ്ഞ പോലെ അലോപ്പതി ഇന്ന് ഫോളോ ചെയ്യുന്ന പല വിഷയങ്ങളോടും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിയോജിപ്പുകളുണ്ട്. പക്ഷെ അത്തരം വിയോജിപ്പുകളൊക്കെ പറയുമ്പോഴും ജുനൈദ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒറ്റ ഒരു പോയിന്റ് ഈ ഡയറ്ററി ഗൈഡ് ലൈൻ ആണ്. അതെന്തുകൊണ്ടാണ് ബാക്കി വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് സ്കിപ്പായിട്ട് ഇത് തന്നെ പറയാൻ കാര്യം? അല്ല, നമ്മളിപ്പോൾ അത് ഏത് വിഷയം ആയിക്കോട്ടെ, മതപരമായിക്കോട്ടെ അല്ലെങ്കിൽ മതപരമല്ലാത്ത വിഷയങ്ങളായിക്കോട്ടെ, നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കോമൺ പോളിസി ഉണ്ടല്ലോ. അതിന് ബേസിക് ഫണ്ടമെന്റൽസ് എടുക്കും, അടിസ്ഥാനം മാത്രം എടുക്കും. അത് സെൻസിബിൾ ആയിട്ട് ആരാണോ പറയുന്നത് അവരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു സാധാരണക്കാരും ഈ നാട്ടിൽ ചെയ്യുന്ന ഒരു വിഷയം അല്ലേ. ഓരോരുത്തർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. ആ ഒരു വിഷയം തന്നെ ഇതിലുള്ളു. അടിസ്ഥാനം യോജിച്ചത് കൊണ്ട് മാത്രമാണ് അക്യുപഞ്ചർ ചികിത്സയും ഉൾക്കൊണ്ട് പോകുന്നത്. അതെ. നേരെ മറിച്ച് നമുക്ക് അലോപ്പതി ഡോക്ടർമാർ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട്, നിങ്ങൾ പനി വന്നാൽ പോലും കഞ്ഞി മാത്രം കുടിച്ചാൽ പോരാ, കോഴിമുട്ട കൂടി പൊരിച്ച് തിന്നണം, എന്നാലേ പ്രോട്ടീന് കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഇത് ബാലൻസ്ഡ് ഡയറ്റ് തിയറിയും അതുപോലെ തന്നെ പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിൽ മുന്നോട്ട് വെക്കുന്ന
ഡയറ്ററി ഗൈഡ് ലൈൻസും തമ്മിൽ വൈരുദ്ധ്യമാണ്. 100% കോൺട്രഡിക്ഷൻ ആണ്, നമ്മളൊരു ബോധ്യമാണ്. പിന്നെ ബാക്കി അഭിപ്രായം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അടിസ്ഥാനം തന്നെ പ്രശ്നമാകുമ്പോൾ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, ചൂടുവെള്ളം ഉണ്ടാക്കാൻ അറിയാത്തവനെ ബിരിയാണി ഉണ്ടാക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല. ഇമാം സുയൂത്തിയുടെയും ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചക വൈദ്യ ഗ്രന്ഥങ്ങളിൽ ചില പ്രസക്ത ഭാഗങ്ങൾ നമ്മളൊരു അത് നമ്മളെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ശ്രമമാണ്. പഠിച്ചാൽ സ്വീകരിക്കട്ടെ. എന്തായാലും ഇത് വലിയൊരു പ്രവർത്തനമാണ്. കാരണം അല്ലെങ്കിൽ പ്രാമാണികമായ വിഷയങ്ങൾ എല്ലാ ഭാഗത്തും ചർച്ച ചെയ്യുമ്പോൾ ചികിത്സാ വിഷയം പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് മതത്തോട് കൂട്ടിക്കെട്ടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്ന്. അപ്പോൾ പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ പ്രാമാണിക പണ്ഡിതന്മാരാണ് ചികിത്സ ഇസ്ലാമിനെ കൂടെ കൂട്ടിക്കെട്ടിയിട്ടുള്ളത്. നമ്മളല്ല, നമ്മളത് വായിച്ചു അല്ലെങ്കിൽ അത് വേറുള്ളവർക്ക് വായിക്കാൻ കൊടുക്കുന്നു. ആ ഒരു കുറ്റം നമ്മൾ ചെയ്തിട്ടുള്ളൂ, വേറെ കുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. പണ്ഡിതന്മാര് ഒരുപാട് സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. പല വിഷയങ്ങളും ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും എല്ലാ മേഖലയെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്, സാമ്പത്തിക മേഖല അടക്കം. ചികിത്സാ വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇവർ നമുക്കൊന്നും പറഞ്ഞു തരാത്തത്? പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പൊ ജുനൈദ് എന്താ അങ്ങനെയൊക്കെ പറയണത്, പണ്ഡിതന്മാർ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ സാധാരണ കൊടുക്കാറുള്ള മറുപടി, ഒന്നാമത്തെ മറുപടി, ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന പ്രമാണം എന്താണ്? ഖുറാനും ഹദീസും അതുപോലെ തന്നെ സ്വഹാബികൾ അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കി എന്നുള്ളതൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം, സമകാലിക പണ്ഡിതന്മാർ ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളത് അവരോടാണ് ചോദിക്കേണ്ടത്. അപ്പം ഇത് മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ പല വിഷയങ്ങളും അവർ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണം എന്ന് വെച്ചാൽ, താസീസ് എന്നാണ് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ട്. അവരാണ് ഇന്ത്യയിൽ ശരിയാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അവർക്കാണ് അതിനുള്ള അധികാരം ഇന്ത്യയിലുള്ളത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അവർ പോയി നോക്കിയാൽ കാണാം, ഷെയർ മാർക്കറ്റിൽ 33% വരെ ഒരു കമ്പനിയിൽ ബാങ്ക് ലോൺ ആവാം, അത് ഹലാലാണ് എന്ന് പറയുന്നുണ്ട്. അതെ, ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ പലിശയുള്ള ലോൺ ഹലാലാണെന്ന് പറയുന്നുണ്ട്. നേരെ മറിച്ച് അമുസ്ലിങ്ങൾ നടത്തുന്ന പല സ്ഥാപനങ്ങളും പറയുന്നത് എന്താണ്? ലോൺ ഇല്ലാത്ത കമ്പനികളിലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന അമുസ്ലിങ്ങളായ കമ്പനികൾ, അമുസ്ലിങ്ങൾ നടത്തുന്ന കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴാണ് താസീസ് പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകൾ, അറബിക് കോളേജുകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇസ്ലാമിക് ഫിനാൻസ് സെമിനാറുകൾ നടത്തുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കലുണ്ട്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ താസീസിനെതിരെ സംസാരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? താസീസ് അവരുടെ വെബ്സൈറ്റിൽ ഇതിന് ഹദീസൊക്കെ ഓതുന്നുണ്ട്, അവരെ ബാങ്ക് ലോൺ ഹലാലാക്കിയതിന് ഹദീസൊക്കെ ഓതുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാറില്ല, നിങ്ങൾ കാണിച്ചു തരി. അതെ, ഇപ്പൊ സുൽബു തറായിബ് ഖുറാനിലൊരു പ്രയോഗമാണ്. അപ്പൊ തറായിബ് എന്നുള്ളത് പുല്ലിംഗാണ് എന്നാണ് എം അക്ബറൊക്കെ മുമ്പ് പറയുന്നത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം മാറ്റി പറയുന്നത് സ്ത്രീലിംഗാണ്. അതിനോടാണ് തഫ്സീർ തൊബരിയൊക്കെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. സ്ത്രീലിംഗ തഫ്സീർ തൊബരിനോടാണ് എന്ത് ചെയ്യുന്നത്, ആധുനിക പഠനങ്ങളൊക്കെ യോജിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ത്രീലിംഗാക്കാം എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം എം അക്ബർ ഒരു BSc ഫിസിക്സുകാരന് മാത്രമാണ്. നമ്മളെ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിൽ ഇതുവരെ ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇത്തരത്തിൽ ഒരു വിഷയത്തിലും ഇടപെട്ടതായിട്ട് എൻ്റെ ചെറിയ അറിവിലില്ല. എന്നുള്ളതൊരു ഭൗതിക സംഭവം അല്ലല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതിക അല്ല, അതിപ്പോ ഭൗതിക ആയിക്കോട്ടെ, ആത്മീയ ആയിക്കോട്ടെ, അതല്ലാതായിക്കോട്ടെ, വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തില് ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ട ബാധ്യത എല്ലാ മേഖലയിലും ഫർളാണ്, നിർബന്ധമാണ്. ചികിത്സാ വിഷയത്തിലും അത് നിർബന്ധമാണ്. അത് എത്രയോ വിഷയത്തില് പുരികം പഠിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. സെക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിൽ, കച്ചവട രംഗത്ത്, അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു കച്ചവടക്കാരന് പറയാൻ പറ്റുമോ കച്ചവടം ഭൗതികമാണ്, ഞാൻ ഇഷ്ടത്തിനനുസരിച്ച് കച്ചവടം ചെയ്യാൻ പറ്റും? അത് ഇന്നത്തെ കാലത്തിന് പറ്റിയ ഒരു അപജയമാണ്. മൊത്തത്തിൽ ഒരു അപകർഷതാ ബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പിടിപെട്ടിട്ടുണ്ട്. യുക്തിവാദികൾ എന്തെങ്കിലും പറഞ്ഞാലോ, പ്രകൃതിപരമാന്ന് പറഞ്ഞാല് നമ്മൾ പിന്തിരിപ്പ നയം ആരെങ്കിലും കളിയാക്കിയ, പ്രകൃതിപരം എന്നുള്ളതല്ല, നിലവിലെ ഈ പോപ്പുലർ സയൻസ് ഉണ്ടല്ലോ, പോപ്പുലർ സയൻസ് പലപ്പോഴും എന്താണ്, വ്യവസായ വാണിജ്യിക താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് അവരെന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇസ്ലാമിന്റെ പല താല്പര്യങ്ങളും അതിനെതിരാണ്. അപ്പൊ അതൊക്കെ തെറ്റാണ് എന്ന് വിളിച്ച് പറയാന് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, നമ്മൾക്കിടയിൽ ഒരു അപകർഷതാബോധം ഉണ്ട്. ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിൽ തന്നെ പലിശക്കെതിരെ സംസാരിക്കുന്ന സാമ്പത്തിക വിദഗ്ധരാണ്
ടിനി ഫിലിപ്പും അതേപോലെ തന്നെ CP ജോണും. അവര് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള അതെ അതെ, പലിശക്കെതിരെ സംസാരിക്കുന്നവരാണ്. അത്രയും അവർക്കുണ്ട്. പക്ഷെ അവർക്ക് പകരം വെക്കാന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരുമില്ല. നമ്മൾ പറയുമ്പോൾ നമുക്ക് അറബിക് കോളേജുകളുണ്ട്, ഇസ്ലാമിക് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടെ നാട്ടുകാരൊക്കെ സംഭാവന ചെയ്ത എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ട് പോലും അത്തരം ക്വാളിറ്റി ഉള്ള പേഴ്സണാലിറ്റീസിനോ അല്ലെങ്കിൽ അത്തരം പഠനങ്ങളോ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വരുന്നില്ല. നമ്മളിപ്പോ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്തെങ്കിലും പഠനങ്ങളായിട്ട് വരുമ്പോ ആ പഠനങ്ങളെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഹദീസോ ഖുർആനോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ കിതാബുകൾ ഉണ്ടോ എന്ന് തെരഞ്ഞെടുത്താണ് നമ്മളുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വളരാൻ കഴിയണില്ല. ഇപ്പൊ ചരിത്രകാരനായ ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആധുനിക മനുഷ്യരുടെ സർവ്വ മേഖലയിലും അടിത്തറ പാകിയത് മുസ്ലിങ്ങളാണെന്ന്. അപ്പൊ അവര് ചെയ്ത ഒരു നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ ഖുറാന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഖുറാൻ തരുന്ന വെളിച്ചത്തിൽ അവരെന്ത് ചെയ്ത് ശാസ്ത്ര സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് അവര് പല പഠനങ്ങളും നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൂർവികരെന്ത് ചെയ്ത് അടിത്തറ പല വിഷയങ്ങളും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ പ്രാമാണികമായ നമ്മുടെ വിഷയം പോലെ അഡ്രസ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഇല്ല. അങ്ങനൊരു നമ്മളെ നിരീക്ഷണമാണ്, നമുക്ക് തുറന്നു പറയാലോ. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല, നമ്മുടെ പരിമിതമായ ഒരു ചർച്ചക്ക് നമ്മൾ ചർച്ച പറയാൻ ചർച്ച ആയിക്കോട്ടെ, ചർച്ച വ്യാപകമാകട്ടെ, പണ്ഡിതന്മാരുടെ ഡയറക്ഷൻ നമുക്കും തരട്ടെ. അതെ നമ്മുടെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ, അല്ല ഈ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത് ഒറ്റപ്പെട്ട അഭിപ്രായമാണോ, പ്രാമാണിക ഗ്രന്ഥം. അതെ, നമുക്ക് കിതാബുകൾ പരിശോധിക്കണതിൽ ഒരു പരിമിതി ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്ന എല്ലാ കിതാബുകളും വലിച്ചു വാരിയിടട്ടെ. ഇവിടെ ലൈബ്രറികളിൽ പൊടി പിടിച്ച് കിടക്കേണ്ട ആവശ്യമില്ല, പൊടിയൊക്കെ തട്ടിയെടുക്കട്ടെ. അതില് ഈ പറഞ്ഞ പോലെ തന്നെ അതെ ഞാന് രസകരമായി നോട്ട് ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാല് BM ഹെഡ്ഗെ ആണ് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടർ. അദ്ദേഹം പത്മഭൂഷണും പത്മവിഭൂഷണും കിട്ടിയ ഡോക്ടറാണ്. അദ്ദേഹത്തിന് വിദേശ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പ്രവൃത്തി പരിചയമുണ്ട്. FRCS തന്നെ എനിക്ക് തോന്നുന്നത് 4-5 ഉണ്ട്. അത്രയും ക്വാളിഫൈഡ് ആയ ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഈ കിതാബുകൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു നോക്കി, അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവുള്ളൂ അത് സ്വീകരിക്കാനും അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കാനും. അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടിടത്തോളം നമുക്ക് അങ്ങനെ മനസ്സിലാവണം. നേരെ മറിച്ച് നമ്മുടെ തന്നെ മുസ്ലിങ്ങളായ ഡോക്ടേഴ്സ് ഉണ്ട്, യുക്തിവാദികൾക്കെതിരെ പടപൊരുതുന്ന വീര പോരാളികൾ. അവര് പറയുന്നത് ഈ കിതാബ് തെറ്റാണെന്നാണ്. അതെ ഈ കിതാബ് അബദ്ധമാണ്, പണ്ഡിതന്മാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ചികിത്സയുടെ കാര്യം പണ്ഡിതന്മാരല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങളാണ്. അല്ല, അങ്ങനെ പണ്ഡിതന്മാരുടെ വായന പലപ്പോഴും വീഴുന്നുണ്ടെന്നേ. കാരണം ഈ പ്രാമാണികമായ വിഷയത്തെ കുറിച്ച് ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടല്ലേ. അല്ല, അതിനൊക്കെ മറുപടി പറയേണ്ട ബാധ്യത നമ്മളെ പണ്ഡിതന്മാർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മുസ്ലിം ഡോക്ടേഴ്സ് ഉണ്ട്, ഈ കിതാബിനെ പരിഹസിക്കുന്നവരുണ്ട്. അമുസ്ലിങ്ങളായ ഡോക്ടേഴ്സ് ഉണ്ട്, ഹൈലി ക്വാളിഫൈഡ്, ഈ കിതാബുകളിൽ പറഞ്ഞ കണ്ടന്റിനൊക്കെ അംഗീകരിക്കുന്നവര്. ഇവരാരടുത്താണ് ചികിത്സക്ക് പോകേണ്ടത്, ആരെയാണ് ഈ സമൂഹം അംഗീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരേണ്ട ബാധ്യത ആർക്കുണ്ട്? പണ്ഡിതന്മാർക്കുണ്ട്. അത് അവരെ ബാധ്യതയാണ്. ഞാൻ പറയുന്നത് ആ ബാധ്യത അവര് നിറവേറ്റാൻ തയ്യാറാകാത്തോടത്താണ് എന്താണ് ഷുഗറും BP ഒക്കെ എന്താണ് മാറാരോഗങ്ങളാവുന്നതും പലരും കുടുംബം വിറ്റിട്ടും അതുപോലെ തന്നെ കിടപ്പാടം വിറ്റിട്ടും ഒക്കെയാണ് ചികിത്സിക്കുന്നത്. അങ്ങനെ അവസ്ഥകളൊക്കെ വരുന്നത്. സാഹചര്യം ഈ പ്രാമാണിക രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ സത്ത അവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ അവരത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ ഇത്തരം പിരിവുകളുടെയോ ഇത്തരം ഒരു ചൂഷണ രീതികളുടെയോ ഒന്നും സാഹചര്യം ഉണ്ടാവില്ല. നമ്മളെ ഒരു പരിമിതമായ വായനയിലും അറിവിലും നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് പണ്ഡിതന്മാര് പ്രാമാണികമായിട്ട് തന്നെ അത് വിശദീകരിക്കട്ടെ. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. അതിന് തൗഫീക്ക് പടച്ചോൻ തരട്ടെ.